ഒക്കലോമാ സീറ്റിലും കർത്താവിന് വിലപ്പെടുദാസി ജോയ്സ് മാത്യു ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന് വിലപ്പെടുദാസിയെ ക്ഷണിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. പാട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനത്തെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. പ്രത്യേക പ്രയർ ലൈൻ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനോട് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ പ്രയർ ലൈനിൽ ഈ ശുശ്രൂഷയ്ക്കായി കർത്താവ് എനിക്ക് അവസരം ഒരുക്കി എന്നെ ബലപ്പെടുത്തുകയും ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവനാമ മഹത്വത്തിനായി ഒരു പാട്ട് പാടുവാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിൽ അതു യാഹല്ലാതാരുമില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിൽ അതു യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് സാധന്റെ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് സാധന്റെ സന്നിധിയിൽ. മാതാപിതാക്കളും സോദര ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും. മാതാപിതാക്കളും സോദര ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിൽ അത് യാഹല്ലാതാരുമില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിൽ അത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് സാധന്റെ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് സാധന്റെ സന്നിധിയിൽ. ഭാരങ്ങളേറുമ്പോൾ കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏതിലും. ഭാരങ്ങളേറുമ്പോൾ കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏതിലും. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിയിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിയിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിൽ അത് യാഹല്ലാതാരുമില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിൽ അത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് സാധന്റെ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് സാധന്റെ സന്നിധിയിൽ. മരുഭൂമി വാസത്തിൽ മന്നയും മാംസവും എന്നാളും വർഷിപ്പിച്ചോ. മരുഭൂമി വാസത്തിൽ മന്നയും മാംസവും എന്നാളും വർഷിപ്പിച്ചോ. ശത്രുക്കൾ മുന്നിലായി മേശയൊരുക്കുന്നോ ലജ്ജിപ്പിക്കിൽ ഒരു നാളും. ശത്രുക്കൾ മുന്നിലായി മേശ
ഒരു നാളും ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിൽ അത് യാഹല്ലാതാരുമില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിൽ അത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് താരന്റെ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് താരന്റെ സന്നിധിയിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം രാത്രികാലം പാടുവാൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസിയെ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആ പാട്ട് പാടിയല്ലോ. കർത്താവ് മഹത്വം എടുത്ത് എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. നമുക്ക് ആശ്രയിപ്പാൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് മാത്രം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പ്രശംസിപ്പാൻ ക്രൂശിൽ മാത്രം. ഹല്ലേലൂയ സ്തോത്രം. യഹോവയിൽ ആശ്രയിച്ച യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. നമുക്ക് ഓടി വന്ന അഭയം പ്രാപിപ്പാൻ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാകും. നമ്മളെ മറച്ചൊളിപ്പിക്കുന്ന മഹാരാജാവിന്റെ ഹല്ലേലൂയ വിലപ്പെട്ട തിരുനാമത്തെ ഹല്ലേലൂയ സ്തുതിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് മഹത്വം എടുക്കുകയും അനുഗ്രഹ സമൃദ്ധി ദൈവം എല്ലാവരുടെ മേലും പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ ഇടയായി തീർന്നുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഒക്കലോമാ പ്രേയറിലേത് മക്കൾ അനുഗ്രഹവിഷയമാക്കി നിർത്തിയിരിക്കുന്നല്ലോ. കർത്താവിന്റെ ദാസിനെയും ദാസിയെയും മക്കളെയും കൊച്ചുമക്കളെയും കുടുംബക്കാരെയും വീട്ടുകാരെയും ചാർച്ചക്കാരെയും സ്നേഹിതരെയും സഹോദരങ്ങളെയും എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കൊടുത്തിരിക്കുന്നതായ താലന്തുകൾ അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്നുവല്ലോ. ദീർഘായുസ്സോട് ദൈവം തലമുറകളായി തൃപ്തിപ്പെടുത്തട്ടെ. ദൈവത്തിനും ദൈവസഭയ്ക്ക് എല്ലാം അനുഗ്രഹവിഷയമാക്കി ദൈവം മാനിക്കട്ടെ. സ്തോത്രം സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. തുടർമാനം ദൈവനെ ശുശ്രൂഷിപ്പാൻ പോകുന്ന കർത്താവിൻ വെളിപ്പെടുദാസിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാവുന്നു. ആ രീതിയിൽ പ്രേരണയിൽ കൂടെ ചെയ്യുന്ന പരിശുദ്ധാത്മ നിയോഗത്താൽ ദൈവശബ്ദം രാത്രികാലം കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തി ആത്മാവിന് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രപ്പാ. സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു അപ്പച്ചനെ. സ്തോത്രം പരിശുദ്ധപ്പാ പിതാവേ. അപ്പച്ചന്റെ സന്ധ്യയോട് നടത്തിയ അന്വേഷിച്ച സ്തോത്രം. ഈ സന്ധ്യാസമയം കർത്താവെ കുടുംബമായ കർത്താവെ സഹായിച്ച ഉൾക്കായ സ്തോത്രം സ്തുതിക്കുന്നു. നല്ലൊരു വളക്കാലം അപ്പച്ചന്റെ പാതോടുത്ത് ഞങ്ങൾ എല്ലാവരെയും കർത്താവെ രക്തക്കോട്ടകളിൽ പൊതിഞ്ഞപ്പ എല്ലാവരുടെയും ജോലി കാര്യങ്ങൾ പോക്കിലും എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ജീവിതം കോളേജിലൊക്കെ അപ്പച്ചന്റെ ഉപേക്ഷാന്ത്യം ജീവിച്ചിടാൻ ഈ കാലം കർത്താവ് സഹായിച്ചനായ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്ന കർത്താവെ. ഇന്നയോളം ഞങ്ങൾ എല്ലാവരെയും കർത്താവെ ഈ രാജ്യത്തിന്റെ ഭൂലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ കർത്താവെ നടത്തിയ ദൈവത്തിന്റെ കർത്താവെ തട്ടോളം കൊണ്ടുവന്ന കർത്താവിന് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ വാർത്തകളും കർത്താവെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുന്ന അപ്പച്ച നന്ദിയോടെ സ്തോത്രം കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് കർത്താവെ ദാസിൽ കൂടെ കേൾപ്പാൻ അപ്പൊ അവിടുന്ന് സഹായിച്ചവൾക്കായി സ്തോത്രം കർത്താവ് ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് നല്ലൊരു നാമം കർത്താവെ. ഏകനാമം കർത്താവ് യാഹന നാമമല്ലാതൊന്നുമില്ലപ്പാ. സ്തോത്രം കർത്താവെ. അവിടുത്തെ സന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണ്ണതയെ ഉപയോഗിപ്പാൻ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുപാടി ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവെ സഹായിച്ചനായ സ്തോത്രം. ദാസിയെയും കുടുംബത്തെയും കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന. കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും കൊച്ചുങ്ങളൊക്കെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പച്ചനെ അമ്മച്ചെ അനുഗ്രഹിച്ച് പ്രാർത്ഥന സഹോദരങ്ങളെല്ലാം അനുഗ്രഹിച്ച് വീണ്ടും കർത്താവിന് വേണ്ടി കർത്താവ് റോഡ് പാടുവാൻ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടും പ്രാർത്ഥന സഹായിക്കണം ദൈവമേ രാത്രികാലം. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ദൈവമേ ദൈവത്തിന്റെ വചനമായി കിടന്ന അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാജഭാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകളൊക്കെ അവിടുത്തെ വചനശക്തിയോടെ സൂക്ഷിപ്പാൻ ഈ ലൈനിലും കർത്താവേ നേർക്കർത്ത സഭകളിൽ കർത്ത ദേശത്ത് ലോകം പാടും കണ്ടുപോയി കർത്താവേ ദൈവത്തിന് സാക്ഷിയാവും കർത്താവിന്റെ ആക്കി കർത്താവിന്റെ വചനശക്തിയോടെ സൂക്ഷിപ്പാൻ രാത്രികാലം ബലപ്പെടുത്തി ശക്തി കർത്താവെ ക്രൂശിന്റെ മറഞ്ഞെന്ന് മാറ്റമില്ലാത്ത വചനം ശക്തമായി സൂക്ഷിപ്പൻ പരിശുദ്ധാത്മാ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസന്റെ നാവിന്മേൽ കർത്താവ് വചനം കർത്താവ് വെളിച്ചെറിക്കാൻ കർത്താവെ അത് മുഴുവത്തോടെ സൂക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ കൂടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാക്കി കർത്താവ് വചനം വീണ്ടും കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് യൂട്യൂബിൽ കൂടെ ഏതെല്ലാം മാധ്യമങ്ങളിൽ കൂടി കർത്താവ് വചനം കടന്നു പോകുന്നു അവിടെ എല്ലാം കർത്താവെ ദൈവനാമം മഹത്വപ്പെടാൻ ദൈവത്തിന്റെ സ്ഥലത്തേക്ക് എടുത്തുവാൻ രക്ഷകനെ കണ്ടെത്തുവാൻ ഹല്ലേലൂയ സൗഖ്യം പ്രാപിപ്പാൻ അപ്പച്ച സ്തോത്രം. യേശുവിന്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓടുവാൻ ഹല്ലേലൂയ വചനം മുഖാന്തരം കർത്താവ്
സഹായിക്കണം. എന്റെ ദാസനെ കരങ്ങളെടുത്ത് ശുശ്രൂഷിപ്പാൻ രാത്രികാലം ബലപ്പെടുത്തിയാട്ട് കർത്താവ്. വെള്ളം കാലം തൊട്ട് ഉച്ചവരെയും കർത്താവ് തൊട്ട് സൗഖ്യമാക്കി ആരോഗ്യം ബലത്തോടെ നിർത്തിയിരിക്കാൻ ആ ഹട്ടിനൊക്കെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥന അവസാനം വരെയും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത് കർത്താവെല്ലാം ജീവിപ്പാൻ അപ്പന്റെ വേല ജീവിപ്പാൻ അപ്പനോട് ബലപ്പെടുത്തി ശക്തി അരിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കും. മോളെയും കുടുംബത്തെ കൊച്ചുങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. സഭയെ അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥനയിലായിരിക്കും. ഞങ്ങൾ എല്ലാവരും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് രോഗികളുണ്ട് അപ്പ, പല വിധത്തിൽ ഭാരപ്പെടുന്നവരുണ്ടപ്പ, വേദന അനുഭവിക്കുന്നവരുണ്ടപ്പ. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം എല്ലാവർക്കും കർത്താവ് വചന കേൾവിയിൽ തന്നെ സൗഖ്യമാണ്, വിടലാണ്, ആശ്വാസമാണ്, പ്രത്യാശ ഞങ്ങളെ മടക്കി വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമ്പാടും കഷ്ടതയും ഭാരവും പ്രയാസം അനുഭവിക്കുന്ന എല്ലാ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ദൈവമക്കളുടെ വികാസമാണ്. ദൈവമേ വീടത്തിൽ കടന്നു പോകുന്നൊരു കർത്താവ് ജനവാസം ചെയ്യുന്നൊരു കർത്താവിന്റെ നാമമഹത്വത്തിന് കർത്താവ് നിലനിൽക്കുന്നവര് കർത്താവിന്റെ കഷ്ടത അനുഭവിക്കുന്ന അനേകരുണ്ടപ്പച്ച. വീടിനെ അനുഭവിക്കുന്ന കർത്താവിനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അപ്പന്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡയും ദാസിനെയും കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ, കുഞ്ഞുങ്ങളെ കൊച്ചുങ്ങളെ എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ. എല്ലാ കുടുംബമായി സമർപ്പിക്കുന്നു. താഴ്ത്തുന്നവരിനായിരിക്കും പ്രത്യാശ നിർത്തി സർവ്വമാന മഹത്വം പോയി ചെല്ലല്ല എന്റെ അപ്പച്ചന്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, ഉണ്ടായി കേൾക്കണേ പൊന്നു പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹാലി. നമുക്ക് കേൾപ്പാൻ യഹോവയുടെ വചനം, മഹാദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രികാലം നാം കേൾപ്പാൻ പോകുകയാകും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് പറയലോടും ഭയത്തോടും ദിവസം അല്പസമയം ദിവസം ഇരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമുക്ക് അല്പസമയം മഹാരാജാവിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്നതിരിക്കുന്ന സ്തോത്രം യഹോവേ അരുളി ചെയ്യണമേ. അടിയൻ കേൾക്കുന്നു എന്നുള്ള നമുക്കായിരിക്കാം. വചന സൂക്ഷിക്കായ കർത്താവിൻ വിലപ്പെട്ടദാസൻ ഡോക്ടർ ജോൺ വർഗീസിനെ ഒക്കലോമാ സിറ്റിൽ നിന്നും പ്രയർ ലൈനിലേക്ക് ആദരവോട് സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുന്ന നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. വീണ്ടും അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്ന് സ്വർഗീയമായ വചനം ആസ്വദിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ഹബക്കൂബിന്റെ പ്രവചന പുസ്തകമാണ് നാം കഴിഞ്ഞ 5 ആഴ്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പശ്ചാത്തല പഠനമാണ് കഴിഞ്ഞ 5 ആഴ്ചകളിൽ നാം ചെയ്തത്. ഇന്നു മുതൽ നാം അധ്യായങ്ങളിലേക്ക് പോയി അതിനെ വിഭജിച്ച് അതിൻ്റെ ആത്മീകവും അതിൻ്റെ അക്ഷരീകവുമായ അർത്ഥങ്ങൾ വിചിന്തനം ചെയ്യുകയാണ് നാം ചെയ്യുവാൻ പോകുന്നത്. നമുക്ക് ആയതിലേക്ക് ഹബക്കൂബിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായം മുഴുവൻ 17 വാക്യങ്ങളുണ്ട്. ആയതുപോലെ തന്നെ പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 40-41 വാക്യങ്ങൾ. ഹബക്കൂക്ക് പ്രവാചകൻ ദൃഷ്ട പ്രവാചകം. യഹോവയെ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതിയോട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എന്റെ മുമ്പിൽ ഉണ്ട്. കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അഴിഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിക്കുവിൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ. അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായ്ക്കളെക്കാൾ ഉഗ്രതയുമുള്ളവ. അവരുടെ കുതിരച്ചേവകർ ഗർവിച്ചോടിക്കുന്നു. അവരുടെ കുതിരച്ചേവകർ ദൂരത്തു നിന്ന് വരുന്നു. തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്നു വരുന്നു. അവർ ഏവരും സംഹാരത്തിനായി വരുന്നു. അവരുടെ മുഖം മുൻപോട്ട് ബന്ധപ്പെടുന്നു. അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കുന്നു. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു. പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു. അവർ ഏത് കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നു. അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കും. അന്ന് അവൻ കാറ്റുപോലെ അടിച്ചു കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായി തീരും. സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം. എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എന്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കുകയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. ഭാര്യയായുള്ളവയെ ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു.
ദോഷം കണ്ടുകൂടാത്തവണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതി ഇല്ലാത്ത ഇഴജാതികളെ പോലെയും ആക്കുന്നതും എന്ത്? അവൻ അവയൊക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു, അവൻ വല കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു, കോരി വലയിൽ ചേർത്തുകൊള്ളുന്നു. അതുകൊണ്ട് അവർ സന്തോഷിച്ചാനന്ദിക്കുന്നു. അത് ഹേതുവായി അവൻ തന്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു, കോരി വലയ്ക്ക് ധൂപം കാട്ടുന്നു. അവയാലല്ലോ അവന്റെ ഓഹരി പുഷ്ടിയുള്ളതും അവന്റെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നത്. അത് നിമിത്തം അവൻ തന്റെ വല കുടഞ്ഞ് ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ? സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 40-41 വാക്യങ്ങൾ. ആകയാൽ ഹേ നിന്നക്കാരെ നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിപ്പാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബ്ദത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വചന കേൾവിയിലുള്ള വിടുതലും അനുഗ്രഹവും സമൃദ്ധിയും സൗഖ്യവും അനുഭവിപ്പാൻ ഇടയാക്കണമേ. അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുന്ന അവിടുത്തെ ജനത്തെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ നാമം തന്നെ മഹിമപ്പെടുകയും ദുഷ്ടശക്തികൾ പത്സിക്കപ്പെടുകയും ചെയ്യണമേ. ശുശ്രൂഷയ്ക്കായി ഏഴിയെയും ഏൽപ്പിക്കുന്നു, യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹബക്കൂബ് പ്രവാചകന്റെ പുസ്തകത്തിന് 3 അധ്യായങ്ങളാണല്ലോ ഉള്ളത്. 1-2 അധ്യായങ്ങളിൽ പ്രവാചകനും ദൈവവുമായി, യഹോവയായ ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് രണ്ടും ഒരു പ്രാർത്ഥനാ രീതിയിലാണ് ആ സംഭാഷണത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ 1-2 അധ്യായങ്ങളിൽ ദൈവത്തോടുള്ള പ്രവാചകന്റെ പ്രാർത്ഥനയും 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ഹബക്കൂക്ക് പ്രവാചകന്റെ വിഭ്രമരാഗത്തിലുള്ള ഒരു പ്രാർത്ഥനാ ഗീതവും എന്ന് എഴുതിയിരിക്കുന്നു. 2 ഭാഗങ്ങളിൽ പ്രവാചകനെ, ഹബക്കൂക്കിനെ പ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും ഹബക്കൂക്ക് പ്രവാചകനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ പ്രവാചകനായ ഹബക്കൂക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവവചന ദൂതെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വാക്യങ്ങളാണ് ഇന്ന് സന്ധ്യയെങ്കിൽ നാം വായിച്ചത്. നമുക്കൊന്ന് എത്തി നോക്കാം. നമുക്കിന്ന് ഈ 1-ാം അധ്യായം മുഴുവനും പഠിക്കുവാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല, പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ 1-ാം അധ്യായത്തിലെ 5-ാം വാക്യമായിരിക്കും നാം പ്രധാനമായിട്ട് വിചിന്തനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങൾ വായിച്ചത്. ഈ 5-ാം വാക്യം അപ്പോസ്തലനായ പൗലോസെ അവിടെ ഉദ്ധരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം ഈ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ പല തവണകളായി, കുറഞ്ഞതൊരു 4-5 പ്രാവശ്യമെങ്കിലും ഹബക്കൂക്ക് പ്രവാചന പുസ്തകത്തിന്റെ പശ്ചാത്തല പഠനത്തോടുള്ള ബന്ധത്തിൽ വായിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീർന്നു. ഇതിലെ ചില കാര്യങ്ങളൊക്കെ അല്പമായി ചിന്തിക്കുകയും ചെയ്തു. 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ പ്രവാചകൻ ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുകയും ഇടിവിൽ നിന്ന് കരയുകയും ചെയ്യുകയാണ്. അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവാചകൻ നിലവിളിക്കുവാനുള്ള സംഗതിയാണ് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ കാണുവാൻ സാധിക്കുന്നത്.
തന്റെ സ്വന്തം ജനമായ യഹൂദന്മാർ, ഹല്ലേലൂയ സ്തോത്രം, അവർ സാഹസം അഥവാ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് വയലൻസ്, ഹല്ലേലൂയ, അപ്പൊ നമുക്ക് കുറെ കൂടെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അനീതി, നീതികേടെന്നാണ് 3-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. പീഡനം, കവർച്ച, കലഹം, ശണ്ട, ഇതൊക്കെയും ചെയ്യുകയും, ഹല്ലേലൂയ, അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണം അയഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ന്യായം ഒരു നാളും വെളിപ്പെട്ട് വരുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ കാര്യങ്ങൾ കൊണ്ടാണ് ന്യായം എന്തായിട്ട് വരുന്നു? വക്രമായി വെളിപ്പെട്ടു വരുന്നു. വാസ്തവത്തിൽ ഇക്കാലത്ത് എക്കാലത്തും നാം കാണുന്ന ഒരു കാര്യമാണ്. എല്ലാ വിഷയത്തെയും ന്യായീകരിക്കുവാൻ തക്കവണ്ണം ഏറ്റവും അധമമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ പോലും അവരുടെ പ്രവർത്തനത്തെ ന്യായീകരിക്കുവാൻ തക്കവണ്ണം നോക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ ഇവിടെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ന്യായം വക്രമായി വെളിപ്പെട്ടു വരുന്നു. ന്യായം ന്യായമായി തന്നെ വെളിപ്പെടണം. ന്യായം ദൈവത്തിന്റെ നീതിയിൽ വെളിപ്പെടണം. ന്യായം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഹിതപ്രകാരം വെളിപ്പെടണം. പ്രവാചകനെ ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് കരയേണ്ടതിനു വേണ്ടി നിയോഗിച്ച നിയോഗം മറ്റൊന്നുമല്ല, തന്റെ സ്വന്തം ജനത്തോടുള്ള സ്നേഹമാണ്. പല കാര്യങ്ങളുണ്ട്, അതിലൊന്ന് പ്രധാനപ്പെട്ടത് തന്റെ സ്വന്തം ജനമായ യഹൂദന്മാരോടുള്ള സ്നേഹമാണ്. യഹൂദന്മാരോട് സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പ്രാർത്ഥിക്കണം. പ്രവാചകന്റെ 4-ാം വാക്യം, 3-ാം വാക്യം, 5-ാം വാക്യങ്ങളിലൊക്കെ ന്യായപ്രമാണത്തെ ഊന്നി 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 പറയുന്നത്, അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നില്ല, ന്യായം വക്രമായി തീർന്നു എന്നൊക്കെ 4-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. എന്തുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്? ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ഇസ്രായേൽ മക്കൾക്ക് വ്യക്തമായ ദൂത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞാൻ നൽകിയിരിക്കുന്ന ഈ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുകയാണ് എങ്കിൽ ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ശാപങ്ങളും സകല ന്യായവിധികളും നിങ്ങൾക്കെതിരെ കടന്നു വരും. അങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ പാപം ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ക്ഷാമം വരുന്നു, അതുപോലെ തന്നെ വരൾച്ച വരുന്നു, അതുപോലെ തന്നെ ശത്രു സംഹാരം ഉണ്ടാകുന്നു. എന്താ കാരണം? ദൈവത്തിന്റെ പ്രമാണം ലഭിച്ചവർ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, ദൈവത്തിന്റെ പ്രമാണത്തിൽ പറയുന്നു, നമുക്കെല്ലാവർക്കും അറിയാം, ആവർത്തന പുസ്തകം 28-ാം അധ്യായം, ലേവ്യ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, 27, 28-ാം അധ്യായം, പല ഇടങ്ങളിൽ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഭവന പ്രതിഷ്ഠയുടെ സന്ദർഭത്തിലൊക്കെ വായിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ളതായ ഒരു വലിയ അധ്യായമാണത്. വാക്യങ്ങൾ നാം വായിക്കുന്നതായ സന്ദർഭത്തിൽ അനുഗ്രഹമല്ല, ന്യായപ്രമാണം ലംഘിക്കുന്നവർക്കുള്ള ശാപമാണ് എടുത്തു വെച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. 2 മലകളെ, ഹല്ലേലൂയ സ്തോത്രം, ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മോശ കൽപ്പിക്കുന്നുണ്ട്, യോശുവ അത് നിവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഏബാൽ പർവ്വതത്തിലും ഗെരസീം പർവ്വതത്തിലും നിന്നുകൊണ്ട് യഹൂദന്മാരുടെ 12 ഗോത്രങ്ങളെ 2ആയിട്ട് വിഭാഗിച്ച് 6 ഗോത്രങ്ങളായിട്ട് വിഭാഗിച്ച് ഈ മലകളുടെ മുകളിൽ നിന്നുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതായ അനുഗ്രഹത്തിന്റെ ദൂത് 6 ഗോത്രങ്ങൾ വിളിച്ചു പറയും. മറുമലയിൽ നിന്നുകൊണ്ട് ബാക്കി 6 ഗോത്രങ്ങൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായവിധികൾ നിങ്ങൾക്കെതിരെ കടന്നു വരും.
ദൈവത്തിന്റെ ശിക്ഷയിൽ കൂടെ നിങ്ങൾ കടന്നുപോയി, ദൈവത്തിന്റെ മക്കളാകുന്ന നിങ്ങൾ ശപിക്കപ്പെട്ടു പോകും എന്ന് വിളിച്ചു പറയും. ഈ രണ്ടു കാര്യങ്ങൾ നിർബന്ധമായിട്ട് എല്ലാ വർഷവും ഇസ്രായേൽ മക്കൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനായി നിയോഗിക്കപ്പെട്ടവർ ഈ മലകളിൽ കയറി വിളിച്ചു പറയും. അതുപോലെ തന്നെ ഹബക്കൂബ് പ്രവാചകൻ പുരോഹിതനാകിയാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ന്യായപ്രമാണം നന്നായി അറിയുന്നവനാണ്. അവനൊരു കാര്യം അറിയാം, എന്റെ ജനമായ ഇസ്രായേൽ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നും അന്യപ്പെട്ടു പോകുകയാകുന്നു എങ്കിൽ ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതായ സകല ശാപങ്ങളും സകല ശിക്ഷകളും അവരുടെ മേൽ വരും. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ ശാപത്തിൽ നിന്നും ഈ ശിക്ഷയിൽ നിന്നും തന്റെ ജനമായ ഇസ്രായേൽ മാറിപ്പോകേണ്ടതിന്, അഥവാ അത് ലഭിക്കാതെ അനുഗ്രഹം ലഭിക്കേണ്ടതിന് വേണ്ടി അവരോടുള്ള സ്നേഹം നിമിത്തമാണ് പ്രവാചകൻ ദൈവസന്നിധിയിൽ വിളിച്ചു പറയുന്നത്, ദൈവസന്നിധിയിൽ കരയുന്നത്. ഒരു ദൈവത്തിന്റെ ദൂതെ ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ ദാസന്മാർ ഹല്ലേലൂയ ചർച്ചകളിലും കൺവെൻഷനുകളിലും ഒക്കെ മുഖം നോക്കാതെ വിളിച്ചു പറയുന്നതിന്റെ കാര്യം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രമാണം വിളിച്ചു പറഞ്ഞ് പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ദൈവത്തോട് പറ്റിച്ചേർന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ അതിന്റെ മോട്ടിവേറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ മക്കളോടുള്ള സ്നേഹമാണ്. ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടതിന്, പാപം വിട്ട് മാറേണ്ടതിന് കർത്താവിന്റെ വചനം അവരെ അറിയിക്കുകയാണ്. അതാണ് പ്രധാന കാര്യം. അതിന്റെ കൂടെ ദൈവത്തിന്റെ പ്രമാണങ്ങളോടുള്ളതായ തന്റെ സലസ്, തന്റേതായിട്ടുള്ളതായ ആവേശം, അതാണ് അവിടെ കാണിക്കുന്നത്. മൂന്നാമതായി ഹല്ലേലൂയ ഈ വേദവാക്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാകുന്നത് ഹല്ലേലൂയ ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥനാവീരനും ഭക്തനുമായിരുന്നതിനാൽ തനിക്ക് ദൈവത്തിന്റെ ഭയമുള്ളവനായിരുന്നു. അബ്രഹാം ഹല്ലേലൂയ ദൈവത്തിന്റെ ഭയമുള്ളവനായിരുന്നു എന്ന് മോറിയ മലയിൽ തെളിയിക്കപ്പെട്ടതുപോലെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു പൂർണ്ണ അനുസരണത്തിൽ കൂടെ ഹല്ലേലൂയ അബ്രഹാം തെളിയിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം ദൈവികമായ ഭയത്താൽ ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ഭയപ്പെടുന്നത്? ദൈവമെന്നാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവികമായ ശ്രേഷ്ഠതയും നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹവും മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നാം ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുന്നത്. നമ്മുടെ കർത്താവിന്റെ മുറിവുകൾക്ക് ഒരു പ്രകാരത്തിലും വ്രണമുണ്ടാക്കുവാൻ നമുക്കിഷ്ടമല്ല. അറിഞ്ഞുകൊണ്ട് ഒരു പാപം ചെയ്യാതെ എപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് നാം പ്രഭാതത്തിൽ തന്നെ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ ഇന്നെന്നെ നേർപാതയിൽ നടത്തണമേ, ജീവന്റെ ആത്മാവെ എന്നെ സകല സത്യത്തിലും വഴി നടത്തണമേ എന്ന് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിലാണ് നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സ്പൗസസിനെയും അങ്ങനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നാം ഡെയിലി കാര്യങ്ങൾക്ക് നമ്മുടെ ഡെയിലി ഡ്യൂട്ടീസിനെ നാം പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലോകത്തിലെ അധർമ്മത്തിനും പാപത്തിനും അകപ്പെടാതെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നത്. എന്നാൽ ഹബക്കൂക്ക് പ്രവാചകന്റെ കാലം ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ചയിൽ നാം ഏത് സന്ദർഭത്തിലാണ് യോശിയ രാജാവിന്റെ കാലത്തായി ഇരിക്കാൻ പ്രവാചകൻ ഇത് പ്രവചിച്ചത് എന്ന് നാം ഏതാണ്ടൊക്കെ തെളിയിച്ചു. പൂർണ്ണമായി തെളിയിക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കേണ്ടി വരും. ഒന്നാമതായി നാം തെളിയിക്കാൻ കാരണം ഹല്ലേലൂയ ബാബേൽ ഒരു സാമ്രാജ്യമായി തീർന്നില്ല. അതുപോലെ തന്നെ ബാബേലുകാർ വരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും യെരുശലേമിനെ പിടിച്ചടക്കിയിട്ടില്ല. ഈ ഹബക്കൂക്കിന്റെ കാലത്ത് ഇങ്ങനെ വരുന്നു എന്ന് ദൈവം കാണിക്കുന്നു, എന്നാൽ പിടിച്ചടക്കിയത് കാണുന്നില്ല. അപ്പോൾ പിടിച്ചടക്കുന്നതിന് മുമ്പാണ്
അങ്ങനെയെങ്കിൽ യോശിയാവിന്റെ മക്കളുടെ കാലത്തും യോശിയാവിന്റെ സഹോദരനായ സദക്കിയാവിന്റെ കാലത്തും ഒക്കെയാണ് ബാബേലിൽ വന്ന് പിടിച്ചടക്കിയത്. അതിനു മുമ്പായിരിക്കണം. അതിനു മുമ്പാണ് എങ്കിൽ അവർ കഠിന പാപം ചെയ്തതും എല്ലാം കൂടെ നോക്കുമ്പോൾ ഹല്ലേലൂയ ഇരമ്യാവിന്റെ കാലത്ത്, അതുപോലെ തന്നെ ഹബക്കൂബ് കഴിഞ്ഞിട്ടുള്ള സഫന്യാവിന്റെ കാലത്ത്, ഇവരൊക്കെ കണ്ടംപററീസ് ആയിരിക്കണം. യോശിയാവിന്റെ കാലത്തൊക്കെയാണ് ഹല്ലേലൂയ പ്രവാചകൻ ഈ പ്രവചന ദൂത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ദൈവസന്നിധിയിൽ ഇരുന്ന് കാവൽ കാത്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും തന്റെ ആവലാതി പ്രാർത്ഥനാ രൂപത്തിൽ പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിലവിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് യഹോവയായ ദൈവം 1-ാം അധ്യായത്തിൽ പ്രവാചകനോട് പറയുകയാണ്, എന്റെ ജനമാണ് സത്യം, ഹല്ലേലൂയ, ഞാൻ അവരെ വീണ്ടെടുത്തതാണ് സത്യം, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ അവരെ സ്നേഹിക്കുന്നു സത്യം, എന്നാൽ ഞാൻ നീതിമാനാണ്, ഹല്ലേലൂയ, സ്തോത്രം, പാപം കണ്ടു നിൽപ്പാൻ എനിക്ക് സത്യമല്ല, ഭൂമിയും അതിന്റെ പൂർണ്ണതയും എനിക്കുള്ളതാണ്, ആയതുകൊണ്ട് ഞാൻ വാഗ്ദത്തം ചെയ്ത് അവർക്ക് കൊടുത്തിരിക്കുന്നതായ ദേശത്ത് സകല അധർമ്മങ്ങളും മ്ലേച്ഛതകളും ദുഷ്ടതകളും അവർ ചെയ്യുന്നത് കൊണ്ട്, അവർ ജാതീയ മര്യാദ പ്രകാരം ജീവിക്കുന്നത് കൊണ്ട് ജാതികളിൽ പ്രമുഖരായ ബാബേല്യരെ കൊണ്ടോ ഞാൻ അവരെ ശിക്ഷിക്കുവാൻ പോകുകയാണ്. ഇതാണ് പ്രാർത്ഥനയിൽ ലഭിച്ച ഉത്തരം. ഇതാണ് 1-ാം അധ്യായത്തിന്റെ സമ്മറി. നാം അത് അടുത്ത ആഴ്ചയിൽ 6-ാം വാക്യം മുതൽ അതിന്റെ 17-ാം വാക്യം വരെ ബാബേലിന്റെ ഉയർച്ചയും മറ്റു കാര്യങ്ങളും ഒക്കെയും ചിന്തിക്കുന്നതായിരിക്കും. എന്നാൽ ഇന്ന് നമുക്ക് 5 വാക്യം വരെ ചിന്തിക്കുവാൻ, അത് തന്നെ പൂർണ്ണമായി ചിന്തിക്കുവാൻ നമുക്ക് സമയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരു സന്ദർഭമാണ്. പലപ്പോഴും മാനവജാതിയുടെ ചിന്ത, ദൈവം ഇതൊന്നും കാണുന്നില്ല, ദൈവത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. നാം മനസ്സിലാക്കണം, ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. 50-ാം സങ്കീർത്തനത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. അപ്പം ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ മറന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അവർക്ക് വരുന്നതാണ് ഈ 1-ാം അധ്യായത്തിൽ ബാബേല്യർക്ക് കൂടെ വരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കുറെ കൂടെ അടുത്ത അധ്യായത്തിൽ അടുത്ത ആഴ്ച കൊണ്ട് നമുക്ക് 1-ാം അധ്യായം ഫിനിഷ് ചെയ്യുവാനായിട്ട് സാധിക്കും. പിന്നെ അതിന്റെ പിന്നത്തെ ആഴ്ചയായിരിക്കും 2-ാം അധ്യായത്തിലേക്ക്. 3-ാം അധ്യായം ഒരു പ്രത്യാശയുടെ സംഗീതമാണ്, പ്രത്യാശയുടെ പ്രൈസ് സോങ് ആയിട്ട് നമുക്ക് അതും ചിന്തിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ അവിടെയും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉള്ള ദൂതാണ് ഇവിടെ പ്രവാചകനെ ലഭിക്കുന്നത്, കാണുവാൻ സാധിക്കുന്നത്. ആ ദൂതിന്റെ പ്രാരംഭ ഭാഗമാണ് 5-ാം വാക്യം. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല. ഇതാണ് പ്രവാചകന്റെ പ്രാർത്ഥനയിൽ ദൈവം കൊടുത്ത ദൂത്. അത് 6-ാം വാക്യത്തിൽ അതിന്റെ എക്സ്റ്റൻഷനാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാബേല്യർ ആരൊക്കെയാണ്, അവരുടെ രീതി എന്തൊക്കെയാണ് എന്നൊക്കെ വിവരിക്കുന്നതാണ് 6-ാം വാക്യം മുതൽ താഴോട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് അടുത്ത ആഴ്ചയിൽ ബാബേല്യരെ കുറിച്ച് നമുക്ക് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. എന്തുകൊണ്ടാണ് ഈ യഹൂദന്മാർക്ക് ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെക്കുമ്പോൾ അവർക്ക് ആശ്ചര്യമായി തോന്നുന്ന, ബാബേല്യർ വരുന്നത് എന്തോ ആശ്ചര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെക്കുവേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പേൻ, ഞാൻ നിങ്ങളുടെ കാലത്തെ ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല.
ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ഏതു കാലത്തും ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. മോശയുടെ കാലത്ത് ചെങ്കടലിനെ വിഭാഗിച്ച് പ്ലേഗുകളൊക്കെ അയച്ച് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നു. എന്നാൽ യോശുവയുടെ കാലത്ത് യഹോവയായ ദൈവം അടങ്ങിയിരുന്നില്ല. യഹോവയായ ദൈവം യോർദാൻ നദിയെ വിഭാഗിച്ച് അതുപോലെ തന്നെ ജാതികളെ തോൽപ്പിച്ച് വാഗ്ദത്ത ദേശം അവകാശമായി കൊടുക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഏത് കാലത്തും പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കർത്താവിന്റെ പുറകെ എനിക്കൊന്ന് നടക്കാമായിരുന്നു. രക്തസ്രാവ സ്ത്രീയെ പോലെ എന്റെ കർത്താവിന്റെ ആ വസ്ത്രത്തിന്റെ അഗ്രത്വം എനിക്ക് തോന്നിയിട്ടുണ്ട്, ചെയ്യാമായിരുന്നു. ആ കുരുടനെ പോലെ ദാവീദ് പുത്രാ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയും യെരൂശലേമിൽ പോയി ഹല്ലേലൂയ സ്തോത്രം ആ സക്കായിയെ പോലെ കാട്ടത്തിമേൽ കയറിയാണേലും എന്റെ കർത്താവിനെ എനിക്കൊന്ന് കാണാമായിരുന്നു എന്നൊക്കെ, കർത്താവെ ഞാൻ അന്ന് ജനിക്കേണ്ടതായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയല്ല, ഏതു കാലത്തും നാം ജീവിക്കുന്ന ഈ കാലത്തും ദൈവം അവിടുത്തെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കേ, ഹല്ലേലൂയ, കാലങ്ങളെ അങ്ങോട്ട് വിഭാഗിച്ച് നോക്കിക്കും. നാം ജീവിച്ച കാലം മുതൽ മുമ്പോട്ട് ആദാമിന്റെ കാലം വരെയുള്ള 6000 വർഷം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, അവിടെ നമുക്ക് ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുന്നത് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും. ആരെങ്കിലും ദയവായി ആ മ്യൂസിക് നിർത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദയവായി നമ്മൾ ശക്തിയോടുകൂടെ ദൈവവചനം പഠിക്കുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളോടുകൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ അങ്ങനെ നമ്മുടെ കാലത്തും ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രവാചകൻ ഏതാണ്ട് BC 600 ഹല്ലേലൂയ ഈ കാര്യം പറഞ്ഞത്. എന്നാൽ അത് ഈ വാക്യം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് നാം ആ ഭാഗത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഏതാണ്ട് 600 ചില്ലുവാനും വർഷങ്ങൾ കഴിഞ്ഞ് ഈ വാക്യം വായിച്ചുകൊണ്ടോ പ്രവാചകന്റെ കാലത്തെ പോലെ തന്നെ തന്റെ ജനമായ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നാം ദൈവത്തിന്റെ വചനം റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, കർത്താവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ സ്വർഗത്തിൽ കയറണമെന്നോ അല്ലെങ്കിൽ അധോഭാഗങ്ങളിൽ പോകണമെന്നോ നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട്? വചനം നിങ്ങൾക്ക് സമീപമാണ്, അത് നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ അധരത്തിലും നിൽക്കുന്നു. വചനമായ ക്രിസ്തുവിന്റെ ജീവന്റെ വാഗ്ദത്ത വചനം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ അധരത്തിലും നിൽക്കുന്നുവെങ്കിൽ ഈ കാലത്തും കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ കൊണ്ട് കഠിന പിന്മാറ്റമായിരുന്ന സന്ദർഭത്തിൽ ഏലിയാവിനെ കൊണ്ട് ദൈവം പ്രവൃത്തി ചെയ്തു. ആഹാബിന്റെ അടുക്കലേക്ക് എന്നിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ കാലങ്ങളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. ദൈവത്തിന്റെ ഏലിയാമാരാണ് നാം ഓരോരുത്തരും. ദൈവത്തിനൊരു പ്രവൃത്തി നമ്മളിൽ കൂടെ ചെയ്യുവാനായിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാം. എന്നാൽ അതിന്റെ മറ്റൊരു വാക്യം ഞാൻ വായിച്ചു, അതെങ്കിലും ഒന്ന് വിവരിപ്പാൻ, 5-ാം വാക്യം മുഴുവനും ചിന്തിപ്പാൻ നമുക്കിന്ന് സമയം കാണത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ 1-ാം അധ്യായത്തിന്റെ ഏറ്റവും കീ എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിന്റെ ഹബക്കൂബിന്റെ പുസ്തകത്തിന്റെ അല്ല 5-ാം വാക്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. ആശ്ചര്യപ്പെട്ടു വിസ്മയിപ്പീൻ എന്ന 5-ാം വാക്യത്തിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ബാബേലിൽ വരുന്നതിനകത്ത് ഇത്ര ആശ്ചര്യം ഉണ്ടാകേണ്ടത്? അത് നാം മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം ഹല്ലേലൂയ, ഈ ബാബേല്യർ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ മിത്രങ്ങളായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹിസ്കിയാവിന്റെ കാലത്ത് ഹിസ്കിയാവിനെ മരണകരമായ രോഗം പിടിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അവനെ സൗഖ്യമാക്കി. ഒരു കാര്യം,
അന്നത്തെ ഏറ്റവും വലിയ ശക്തിയാകുന്ന അശൂര്യരെ ഒരു രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് 1,85,000 ഈ അശൂര്യരെ തോൽപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങളും ബാബേല്യര് കേട്ടപ്പോൾ വലിയ ഗിഫ്റ്റിന്റെ പൊതിക്കെട്ടുമായി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യെശയ്യാ പ്രവചനം 39-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. വലിയ ഗിഫ്റ്റുമായി ഹിസ്കിയാവിന്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ഹിസ്കിയാവ് എന്ത് ചെയ്തു? ഒരു നല്ല സ്നേഹിതനെ എല്ലാം കാണിക്കുന്നത് പോലെ ആലയത്തിലെ സ്വർണവും വെള്ളിയും പൊന്നും താൻ സംഭരിച്ചു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചു. ഹല്ലേലൂയ. വലിയ വിസ്തരിച്ച് കാണിച്ചു കഴിഞ്ഞിട്ട് ബാബേല്യര് പോയപ്പോൾ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ ചെന്നു. നീ ചെയ്തതെന്താ? ഈ ജാതികളെ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു. നിനക്കറിയാമോ, അവർ വന്ന് ഈ ആലയമെല്ലാം നശിപ്പിക്കുകയും ഇതിനകത്തെ സ്വർണവും വെള്ളിയും കൊണ്ടുപോവുകയും നിന്റെ കൊട്ടാരം കൊള്ളയിടുകയും നിന്റെ പെൺമക്കളെയും നിന്റെ സ്ത്രീജനത്തെയും അശുദ്ധരാക്കുകയും നിന്റെ ജനത്തെ വാളാൽ നിർദാക്ഷിണ്യം കൊല്ലുകയും ചെയ്യുന്ന ദിവസം വരുന്നു എന്ന്. അപ്പോഴാണ് ഹിസ്കിയാവ് പറയുന്നത്, മാനസാന്തരപ്പെടാതെ താൻ നല്ല രാജാവായിരുന്നെങ്കിലും പറയുക, എന്നാൽ എന്റെ കാലത്ത് നടക്കത്തില്ലല്ലോ. പലപ്പോഴും നമ്മളും അങ്ങനെ പറയാനോ, ഞാൻ മരിക്കുന്നതിന് മുമ്പേ ഇതൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് നമുക്കൊരു ശുഷ്കാന്തി ഉണ്ടായിരിക്കണം. നമ്മുടെ കാലത്തോ നമ്മുടെ തലമുറകളുടെ കാലത്തോ എന്നുള്ളതല്ല. ദൈവം ദാവീദിനെ പോലെ, ഹല്ലേലൂയ, സ്തോത്രം, ദാവീദ്, അത് പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ദാവീദ് തന്റെ തലമുറയിൽ വിശ്വസ്തനായിരുന്നു, ദൈവത്തിന്റെ ഹിതത്തിനെ ശുശ്രൂഷ ചെയ്തു എന്ന് ആ 13-ാം അധ്യായത്തിലേക്ക് നാം വരുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ചിന്തിക്കുന്നതായിരിക്കും. ഇതാണ് ഹല്ലേലൂയ ആശ്ചര്യമായിട്ട് തോന്നുന്നത്. ഹല്ലേലൂയ, മിത്രങ്ങളായ ജാതികൾ ശത്രുക്കളായി മാറുന്നു. വെറും ശത്രുക്കൾ മാത്രമല്ല, അടുത്ത ആഴ്ചയിൽ അങ്ങോട്ട് നമ്മൾ ഈ 6-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ അങ്ങോട്ട് ചിന്തിച്ചിട്ട് അവർ ചെയ്യുന്ന മഹാദുഷ്ടതയൊക്കെ, ഹല്ലേലൂയ, സ്തോത്രം, അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു വാക്യം മാത്രം ഞാൻ മനസ്സിലാക്കാൻ. അവർ ബന്ധപ്പെട്ട് കഴുകന്മാരെ പോലെ വരുന്നു. ഈ കഴുകൻ വരുന്ന എന്തിനാണ്? ശവത്തെ കുത്തി മാന്താനായിട്ടാണ്, അല്ലാതെ ജീവനോടിരിക്കുന്ന എന്നെ കുത്തി മാന്താനായിട്ടല്ല. എന്റെ ശവം ഇവിടെ കിടക്കുകയാണെങ്കിൽ അത് കണ്ടോണ്ട് ആകാശത്ത് നിന്ന് വരും എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെല്ലാം തെരുക്കളിലും കോണുകളിലും വീതികളിലും ശവമായി മാറ്റും. ആര് മാറ്റും? ബാബേല്യര് മാറ്റും. അതുകൊണ്ടാണ് ഈ വൾച്ചേഴ്സ് വരുന്നത്. അവര് വൾച്ചേഴ്സ് ആണെന്നാണ് പറയുന്നത് ഇവിടെ. ഹല്ലേലൂയ, ദൈവത്തിന് അതൊരു ഉദാഹരണം മാത്രം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ, ആശ്ചര്യപ്പെട്ടു പോകുകയും. ഹല്ലേലൂയ, സ്തോത്രം. നാമേ, ഹല്ലേലൂയ, സ്തോത്രം, ഇതാണ് ഇവിടെ പറയുന്നതിന്റെ കാര്യം. ജാതികളുടെ ഇടയിൽ നാം ദൃഷ്ടി വയ്ക്കണം. വൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന് ചിന്തിപ്പാൻ സമയമില്ല. അവിടെ ഒരു വലിയ ദൂത് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, അത് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. എന്നാലും കർത്താവ് തന്ന ദൂതെ ഞാനിവിടെ പറയട്ടെ. നമ്മുടെ കാലത്തും നാം ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ചാൽ പല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, പാപത്തിന്റെ മുഴുപ്പ് നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലേ? സോദോം ഗൊമോറ പോലെ. ഹല്ലേലൂയ, പുരുഷനേത് സ്ത്രീ ഏത് എന്ന് അറിയാത്ത ഒരവസ്ഥയിൽ അത് ഗവൺമെന്റ് ആണ് ഫുൾഫിൽ ചെയ്യുന്നത്. ഗവൺമെന്റ് ഒരു പുരുഷന് സ്ത്രീ ആകാൻ ആഗ്രഹമെങ്കിൽ അതിന്റെ പ്രൈസ് എല്ലാം ഗവൺമെന്റ് കൊടുത്ത് അവരെ സ്ത്രീയാക്കുകയാണ്. ഒരു സ്ത്രീക്ക് പുരുഷനാകുന്ന എന്ത് മ്ലേച്ഛകരമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാട് നാം കാണുന്നത്. ഹല്ലേലൂയ, സോദോം ഗൊമോറയേക്കാൾ വളരെ മ്ലേച്ഛകരമായ കാര്യമാണ് ജാതികളുടെ ഇടയിൽ നാം കാണുന്നത്. ഒരുപക്ഷെ നാമധേയ ക്രിസ്ത്യാനിയായിരിക്കും, ജാതിയേക്കാൾ അവർ മെച്ചമല്ല ഈ ലോകത്തിന്റെ. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഈ രാജ്യത്ത് ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ബ്ലാക്സ് ആൻഡ് വൈറ്റ്സ്, ഐ എം ടോക്കിംഗ് അബൌട്ട് 50 years ago,
ഞാൻ ന്യൂയോർക്കിൽ വന്നിറങ്ങിയതായ സന്ദർഭത്തില് ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വെറും പൊടിയായ എന്നെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഞാൻ മുകളിലോട്ട് ഈ ആകാശത്തിലേക്ക് നോക്കുന്ന പോലെ വേണം ഇവരെയൊക്കെ നോക്കാൻ. ഇത്ര സ്ട്രോങ് മൈറ്റി ഹാൻഡ്സം മെൻ ആയിരുന്നു. വിമൻസും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്നാൽ ഇന്ന് അവരെയൊക്കെ നോക്കുകയും, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, പിയേഴ്സ് ചെയ്ത് ദേഹമാകെ പച്ച കുത്തി. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന എന്താണ്? നിങ്ങളുടെ ശരീരം നിങ്ങൾ പച്ച കുത്തരുതേ. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം നിങ്ങൾ പിയേഴ്സ് ചെയ്യരുതേ. ഇതൊക്കെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ ഈ പച്ച കുത്തിയ വില്ലന്മാരാണ് ടി വിയിലൊക്കെ കടന്നു വന്ന് വലിയ ഉണർവ് പ്രസംഗം പ്രസംഗിക്കുന്നത്. ആവേശം കൊണ്ടല്ല ഉണർവ്. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വചന സത്യങ്ങളുടെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി, ഹല്ലേലൂയ, നമ്മുടെ ദേഹി ആത്മാവ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, ഒത്തിരി അടുത്ത് പറയുന്നുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം വളരെ വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തെ ജീവൻ വിശുദ്ധിയുമുള്ള യാഗമായി. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. അങ്ങനെ മ്ലേച്ഛതകളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. പ്രവാചകന്റെ കാലത്ത് ഇതിനേക്കാൾ എന്തു ബെറ്റർ ആയിരുന്നു. അപ്പോഴും പ്രവാചകൻ കരയുകയാണ്. എങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ചുറ്റുപാടൊക്കെ കണ്ടിട്ട് നമുക്ക് എത്രയധികം കരയണം. ഹബക്കൂബ് അയ്യം വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്നുവെങ്കിൽ ഈ ജാതികളെയൊക്കെ നോക്കി നാം ഒത്തിരി കരയേണ്ടി വരുന്നു. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വയ്ക്കുവീൻ എന്നാണ് ഹല്ലേലൂയ 5-ാം വാക്യത്തിൽ പറയുന്നത്. നാം ജാതികളുടെ ഇടയിൽ, ഹല്ലേലൂയ, ഞാൻ അവരുടെ പാപത്തിന്റെ അസമ്മത്തത്തെയാണ് പറയുന്നത്. ജാതികളുടെ ഇടയിലേക്ക് ദൃഷ്ടി വെച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം ഒക്കെയും പറയുന്നത് പോലെ, ഹല്ലേലൂയ, ജാതിയോടെ പൊരുതുന്ന കാലമാണ് നമുക്കറിയാൻ സാധിക്കും. യുക്രൈനിലേക്ക് നോക്കുക, ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിലെ മാനവജാതിയെ 3 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അത് നമുക്ക് ഫ്ലഡിന് ശേഷം ശേമേ, ഹാമേ, യാഫർത്ത്, ഹല്ലേലൂയ, സ്തോത്രം. ഈ 3 ഗ്രൂപ്പാണ്. അവരെയാണ് നമുക്ക് കൊക്കേഷ്യൻസ്, അതുപോലെ തന്നെ മംഗോളിയൻസ്, ആഫ്രിക്കൻസ്, ഈ 3 ഗ്രൂപ്പിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ ഈ നോക്കൂ, ഈ റഷ്യയും ഈ യുക്രൈനും തമ്മിലുള്ള യുദ്ധം നോക്കൂ. ആക്ച്വലി ദേ ആർ കൊക്കേഷ്യൻസ്, ഇല്ലേ? കൊക്കേഷ്യൻസ് ആണ്. അവര് തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവര് തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? നാം അവരുടെ ഇവര് പുറത്തുള്ള ശാഖകൾ തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. അവരുടെ വേരിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ്? ഹല്ലേലൂയ, ഒരു വൃക്ഷത്തിന്റെ വേരിലേക്ക് ചെല്ലുമ്പോൾ മറ്റ് വൃക്ഷങ്ങളുടെ വേരുകളും എല്ലാം ഒന്നായിരിക്കുകയാണ്. ശാഖകൾ തമ്മിൽ വിഭജിച്ചിരിക്കുന്നത് ആ വൃക്ഷത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഹല്ലേലൂയ, ഇവരെല്ലാം ഒരു പിതാവിന്റെ മക്കളായിരുന്നു. കൊക്കേഷ്യൻസ് ആണ് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ്? ജാതികളുടെ ഇടയിൽ നാം ദൃഷ്ടി വെച്ച്, ഇനി നാം നോക്കാം, ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ചാൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ, യൂറോപ്യൻ കോമൺ മാർക്കറ്റ് അത് ഉയർന്നു വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്താണത് വിളിച്ചറിയിക്കുന്നത്? യേശു ക്രിസ്തു അവരുടെ ഇടയിൽ നിന്നും പൊങ്ങി വരുവാൻ സമയമായി. അപ്പോൾ ഏത് കാലത്തും, നമ്മുടെ കാലത്ത് നാം ജാതികളിൽ ദൃഷ്ടി വെക്കുമ്പോൾ പാപം പഴുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പാപം പഴുത്ത് പൊട്ടി നാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഇനിയും ഹല്ലേലൂയ ശിക്ഷിക്കാതെ വിടുകയില്ല. രണ്ടാമതായി, അന്യോന്യം യുദ്ധം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, കയീൻ ആദാമിനെ കൊന്നതുപോലെ നിർദാക്ഷിണ്യമുള്ള കൊലയാണ് നമ്മുടെ മുമ്പിൽ കാണുവാൻ സാധിക്കുന്നത്. മൂന്നാമതായിട്ട്, ഒരു എതിർപ്പ് ഉയർന്നു വരേണ്ടതിനു വേണ്ടി ഹല്ലേലൂയ ഉള്ള യൂണിറ്റി യൂറോപ്പിൽ നാം കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ
ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങളാണ് ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെക്കുമ്പോൾ നാം ഹല്ലേലൂയ ദൈവവചനം പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. നാം ജാതികളുടെ ഇടയിൽ നമ്മുടെ ചുറ്റുപാടും ഒന്ന് ദൃഷ്ടി വെച്ചിട്ട് എന്റെ ദൈവമേ എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെയാണല്ലോ വളരുന്നത്. കർത്താവേ, ഞാൻ അവരെ അവിടുത്തെ തീമതിലിൽ പൊതിയുന്നു. കർത്താവേ, ഞാൻ അവരെ അവിടുത്തെ രക്തക്കോട്ടയ്ക്കുള്ളിൽ പൊതിയുന്നു. മോശയെ ഹല്ലേലൂയ കീലു തേച്ചോ, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ പെട്ടിക്കകത്ത് ഹല്ലേലൂയ സ്തോത്രം ഇട്ടുകൊണ്ടോ, ഹല്ലേലൂയ സ്തോത്രം നദിയിലേക്ക് എറിഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ പോകുമ്പോൾ അവർ കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ സ്തോത്രം, അവർ യൗവനക്കാരാണ്. അവരെ യേശുവിന്റെ രക്തത്തിൽ നാം പൊതിയണം. അത് നമ്മുടെ ജോലിയാണ്. മക്കളുടെ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്തിൽ പൊതിഞ്ഞ് ഹല്ലേലൂയ മാതാപിതാക്കളെ, ഗ്രാൻഡ് പേരൻസ് വാസ്തവമായി ഇങ്ങനെ മുമ്പോട്ട് പ്രവർത്തിക്കേണ്ട കാലമാണ്. ജാതികളുടെ ഇടയിൽ ദൈവവചനപ്രകാരം ദൃഷ്ടി വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണാലെ കാണുകയും ഹല്ലേലൂയ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാഹളം കേൾക്കുവാൻ സമയമായി, എന്റെ കർത്താവിന്റെ വരവേറ്റവും അടുത്തു, അതിന്റെ എല്ലാ ചുറ്റുപാടും ഞാൻ കാണുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ യഹൂദന്മാർ പാപത്തിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുന്നത് കൊണ്ട് ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെക്കുവാനോ ദൈവത്തിന്റെ പ്രമാണം നോക്കുവാനോ അവർക്ക് സമയമില്ല. പിന്നെ അവർക്ക് എന്തിനാണ് സമയം? നീതികേട് ചെയ്യുവാനായിട്ട്, പീഡനം ചെയ്യുവാൻ, കവർച്ച ചെയ്യുവാൻ, സാഹസം ചെയ്യുവാൻ, കലഹമുണ്ടാക്കുവാൻ, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചകളിൽ പോലും കാണുന്നത്. ലജ്ജ കൂടാതെ അതിനും വഴക്കുണ്ടാക്കുകയാണ്. ലജ്ജ കൂടാതെ കക്ഷികൾ തമ്മിൽ ഇങ്ങനെ വിഭജിക്കുകയാണ്. ഒരു സബ്മിസീവായിട്ട് ദൈവത്തിന്റെ പൈതല് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അമർന്നിരിക്കുവാനുള്ള ആ ഹൃദയം ദൈവമക്കളിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നാം താഴോട്ട് വായിക്കുന്നത് പോലെ സ്വയശക്തിയില് ആണ്, അതാണ് അവരുടെ ദൈവമെന്നാണ് ബാബേല്യരെ പറ്റി പറയുന്നത്. അങ്ങനെ ആയിപ്പോയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. സ്വന്തം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനോ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുവാനോ നമ്മെ കൊണ്ട് സാധിക്കുന്നില്ല. പ്രവാചകൻ ഇങ്ങനെ നിലവിളിക്കുന്നത് ഈ വലിയ ന്യായവിധിയിൽ നിന്നും ദൈവജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് കർത്താവ് നോക്കുകയാണ്, ആരുണ്ട് എന്ന് നോക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേട്ട പ്രിയപ്പെട്ടവരെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കാലത്തെ ഒരു പ്രവൃത്തി ചെയ്യും. അതെനിക്കിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ സമയമില്ല. അല്ലെ, നമ്മുടെ കാലത്തെ പറ്റി പ്രവാചകന്റെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ഈ യഹൂദന്മാർ, അന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദന്മാർ ബാബേല്യരാൽ പീഡിപ്പിക്കപ്പെടും, ദേശം പിടിക്കപ്പെടും എന്നുള്ളതാണ് ആ പ്രവൃത്തി. ഇനിയും ഇക്കാലത്ത് ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? ഹല്ലേലൂയ. അതിനെപ്പറ്റി ഒത്തിരി ചിന്തിക്കുവാനായിട്ടുണ്ട്. ഞാനിതാ പറഞ്ഞേ, 1-ാം അധ്യായത്തിന്റെ ദ കോർ വേഴ്സ് എന്ന് പറയുന്നത് 5-ാം വാക്യമാണ്. ഹല്ലേലൂയ. അത് എത്ര പ്രസംഗിച്ചാലും തീരാത്ത ദൂതാണ് അതിനകത്ത് നിൽക്കുന്നത്. നാം അതിനെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ആഴ്ച ദൈവത്തിന്റെ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നാം പോകും. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം ഗലേഷ്യൻ ചർച്ചകളിൽ ആന്റിയോക്യൻ പിസിദിയ, അത് ഗലേഷ്യയിലാണ്, അവിടെ നിന്ന് വചനം ശുശ്രൂഷിക്കുന്നതാണ്. 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം മുതൽ 41-ാം വാക്യം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ക്ലോസിംഗ്. തന്റെ പ്രസംഗത്തിന്റെ ക്ലോസിംഗ് കൺക്ലൂഷൻ ആയിട്ടാണ് ഈ ഹബക്കൂബിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് താൻ പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം കേട്ട് ഏവരെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹങ്ങളും
ആശീർവാദങ്ങളും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഈ വചനം സമൃദ്ധിയായി ഐശ്വര്യമായി നിങ്ങൾക്ക് ഹല്ലേലൂയ വിളയുമാറാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കേട്ടതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ബ്ലസ് യു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. രാത്രികാല ഐശ്വര്യമായ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചുവല്ലോ. വചനത്തിലൂടെ ദൈവശബ്ദമാണ് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല. ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവം പ്രവർത്തിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് ഇന്ന് വരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹബക്കൂക്കിന്റെ ഹല്ലേലൂയ 1-ാം അധ്യായം കർത്താവിന്റെ പ്രകാശൻ. ഹല്ലേലൂയ, അതിൽ കൂടെ അടങ്ങിയിരിക്കുന്ന അനേക മർമ്മങ്ങൾ രാത്രികാലം നമ്മളെ ഹല്ലേലൂയ ഓർമ്മിപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദുഷ്ടന്റെ താൽക്കാലികമായ അഭിവൃദ്ധിയും നീതിമാന്റെ ദുഃഖവും എന്നതാകും നമുക്ക് ഈ വിഷയത്തിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദുഷ്ടന്മാരുടെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ അഹങ്കാരമുള്ള നാവിന്റെയും ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അനീതിക്കെതിരെ ഹബക്കൂക്കിന്റെ 1-ാമത്തെ ചോദ്യവും ദൈവത്തിന്റെ മറുപടിയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹബക്കൂക്ക് ഹല്ലേലൂയ ദൈവത്തോട് സംസാരിക്കുകയാവും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തോട് നാം ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മോട് ദൈവം സംസാരിക്കും. ഹല്ലേലൂയ, ആ സംസാരിക്കുന്ന ദൂതെന്ന് പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം. കേട്ടാലും കേൾക്കാഞ്ഞാലും വിളിച്ചു പറയുക. ഹല്ലേലൂയ, സ്തോത്രം. ദേശത്തോട് ജനത്തോട് ഹല്ലേലൂയ യഹൂദന്മാർ പോലും ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ വചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് പോലും അസൂയ പൂണ്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അസൂയ പൂണ്ട് മാത്രമല്ല, യഹൂദന്മാർ അപ്പോസ്തലന്മാരെ തങ്ങളുടെ പട്ടണത്തിൽ നിന്ന് അടിച്ചോടിക്കുകയാവുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സത്യസുവിശേഷം ഹല്ലേലൂയ, സ്തോത്രം വിളിച്ചറിയിക്കുമ്പോൾ അത് കേൾപ്പാൻ മനസ്സില്ലാത്ത യഹൂദജനം ഹല്ലേലൂയ ജാതികൾ രക്ഷിക്കപ്പെടുന്നു. എന്നാൽ സ്വന്തം ജനം ഇതാ ദൈവത്തെ ഉപേക്ഷിച്ചു കളയുകയാവും. ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാതെ വണ്ണം ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധി ഇറങ്ങുവാൻ പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭയങ്കരമായ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ അനീതി ചെയ്യുന്നവൻ, ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ, അഹങ്കാരം ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് ഹല്ലേലൂയ, സ്തോത്രം. അനീതിക്കെതിരെ ഹബക്കൂക്കിന്റെ 1-ാമത്തെ ചോദ്യവും ദൈവത്തിന്റെ മറുപടിയും. ഹബക്കൂക്കിന്റെ 2-ാമത്തെ ചോദ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രവാചകൻ വീണ്ടും ചോദിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം. സ്വന്തം ഹല്ലേലൂയ ജനത്തിന്റെ പാപത്തെ ശിക്ഷിക്കുവാൻ അവരിലും ദുഷ്ടതയേറിയ ബാബിലോന്യരെ ആവുന്നുവോ അനുവദിക്കുമോ ഹല്ലേലൂയ. ഓ സ്തോത്രം. അനുവദിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രത്യേക പ്രയോഗം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബാബിലോന്യർക്ക് അനേകം ദേവന്മാരുണ്ടായിരുന്നുവെങ്കിലും ഈ വാക്യത്തിൽ ഹബക്കൂക്ക് പറയുന്നത് ബാബിലോന്യർ തങ്ങളുടെ ഹല്ലേലൂയ വലയ്ക്ക് ബലി കഴിക്കുകയും ഹല്ലേലൂയ, സ്തോത്രം, കോരുവലിക്ക് ധൂപം കാട്ടുകയും ചെയ്യുന്നു എന്നതാവുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യരെ തോൽപ്പിച്ച് അടിമകളാക്കാൻ ഹല്ലേലൂയ ഉപയോഗിച്ച ഉപകരണങ്ങളെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവമായി ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ദൈവത്തിൽ നമുക്ക് കരഞ്ഞ് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹബക്കൂക്കിന്റെ കരച്ചിൽ ഹല്ലേലൂയ, സ്തോത്രം പരാതിയുമായി ആരംഭിച്ച ഈ പുസ്തകം തന്നെ അവസാനിക്കുന്നത് തന്നെ ബൈബിളിലെ ഏറ്റവും മനോഹരമായ
ഒരു സങ്കീർത്തനത്തോട് കൂടിയാവുന്നു. സ്തോത്രം. ഹബക്കൂക്ക് നിലവിളിക്കുകയാവുന്നു. എന്തുകൊണ്ടാണ്? ദൈവം തന്റെ രാജ്യത്തിലെ ദുഷ്ടതയും അക്രമവും കണ്ട് ഇടപെടുന്നില്ല. കർണില്ലാത്ത നിഷ്ഠുരന്മാരായിരിക്കുന്ന ഒരു സൈന്യത്തെ അവരെ സ്തോത്രം കീറിക്കളയുവാൻ ശബ്ദരജല ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുള്ളവേ, ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒടുവിലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തു നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. സ്തോത്രം. അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേലിനെ നടക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇതാകുന്നു ഹല്ലേലൂയ. സ്തോത്രം. പരാതിയുമായി ഹല്ലേലൂയ സ്തോത്രം ആരംഭിച്ച ഈ പുസ്തകം അവസാനിക്കുന്ന ദൈവമക്കളെ, ഈ രാത്രികാലം ദൈവഭക്തനെ കൂടെ കേൾപ്പിച്ച ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ സത്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി അനീതി പ്രവർത്തിക്കുന്നവരെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ദൈവം നീതിമാൻ, നീതിയെ ഇഷ്ടപ്പെടുന്നു, ദുഷ്ടതയെ വെറുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദുഷ്ടന്മാരും ഹല്ലേലൂയ ക്രൂരന്മാരും നീചന്മാരും അനീതി പ്രവർത്തിക്കുന്നതും യഹോവയ്ക്ക് അനിഷ്ടമായ പ്രവൃത്തികളും മ്ലേച്ഛതകളും പ്രവർത്തിക്കുന്നവരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ നമുക്കൊന്ന് ചെയ്യുവാൻ കഴിയും. അവരെ നോക്കി കരഞ്ഞ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഓ യെരൂശലേമിനെ നോക്കി കരഞ്ഞു. ഹല്ലേലൂയ. യെരൂശലേമേ, യെരൂശലേമേ, കോരുന്നന്റെ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, മറക്കുന്ന രക്തോട്ടം മറയ്ക്കുവാൻ എനിക്ക് മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഒരു മടങ്ങി വരവിന് വേണ്ടി. ഓ സ്തോത്രം, സ്തോത്രം. മടങ്ങി വരുവാൻ മനസ്സില്ലാത്ത യഹൂദാജനത്തെ ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലന്മാർ സത്യസുവിശേഷം മശീഹ തന്നെ ഹല്ലേലൂയ വാഗ്ദത്തപ്രകാരം സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവിടുത്തെ മക്കളാകുവാനുള്ള അധികാരം, പദവി നൽകി. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ദീർഘകാലം സംസാരിച്ച ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വരുന്ന ദിവസങ്ങളിലും ഹല്ലേലൂയ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് അനേക വേദഭാഗങ്ങളിലേക്ക് കടന്നുപോയി പരിശുദ്ധാത്മാവ് ചിന്തിപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിന്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാൻ, നമുക്ക് കേൾപ്പാൻ ദൈവത്തിന്റെ വചനം അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിപ്പാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സകല വിശുദ്ധന്മാർ ഇടയാക്കി തീർക്കുവാൻ ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രയർ ലൈനിൽ കൂടെ പതിനായിരങ്ങൾ എത്ര ശ്രേഷ്ഠമേറിയ മെസ്സേജുകളാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദാസന്മാർ ഈ പ്രയർ ലൈനിൽ കൂടെ അറിയിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രികാലം നമുക്ക് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നശിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ശകുനവാദികൾ, മന്ത്രവാദികൾ, ഹല്ലേലൂയ സ്തോത്രം, നിഷ്ഠുരന്മാർ, അഹങ്കാരികൾ, ഹല്ലേലൂയ മൂഢന്മാർ, ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ മറക്കുന്നവര്, ഹല്ലേലൂയ അനീതി പ്രവർത്തിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാം ദൈവമേ, പുത്രനാം ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, പ്രിയ ദൈവത്തിന് വിലപ്പെട്ട സാന്നിധ്യം രാത്രികാല ഐശ്വര്യമായിട്ട് നിങ്ങളെ അനുഗ്രഹിച്ചില്ല. നിങ്ങളെ കേൾപ്പിച്ച തിരുമയുടെ ശബ്ദത്തിന്റെ മുമ്പിൽ അതുങ്ങളെ താഴ്ത്തുന്നു. പൂർണ്ണമായി അത് ഏറ്റെടുക്കുകയാവുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മാനസാന്തരപ്പെടാത്ത ജനങ്ങൾ മാനസാന്തരപ്പെടണം. അടിയങ്ങൾ മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടുവാൻ മാനസാന്തര യോഗ്യമായ ഫലങ്ങൾ അടിയങ്ങളിലും
അതുങ്ങളുടെ തലമുറകളിൽ നിന്ന് നിൽപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ദേശത്തിന് വേണ്ടി, നശിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി കരിഞ്ഞു പ്രാർത്ഥിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ഇത്രത്തോളം അതുങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെയും ഉപവസിച്ചതിൻ്റെയും കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ നന്മകൾ മാത്രമാണ് അതുങ്ങൾ ഈ ദേശത്തെ നന്മകൾ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങാതെ വണ്ണം നശിപ്പിച്ച് കളയരുതേന്ന് മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ ഇടിവിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ പിന്നെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിളക്കിൽ എണ്ണയുള്ളവരായി ആരിലും കരിന്തിരി കത്തുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. സമാധാന, സ്വസ്ഥത, സന്തോഷം സമൃദ്ധിയായി രാത്രി നൽകിയതുകൊണ്ട് സ്തോത്രം, സ്തോത്രം. ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലും പകർന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സുഖവർഗങ്ങൾ തരണം. അർദ്ധരാത്രി എഴുന്നേറ്റ് തിരുമേനിയെ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, പ്രാർത്ഥിപ്പാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുനഃപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച നിങ്ങളെ എല്ലാ വഴി നടന്ന് വലിയ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർക്കും ഈ രാത്രികാലം സംബന്ധിച്ച എല്ലാ മക്കളുടെ മേലും ഭൂലോട്ടുള്ള സ്ഥല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് വന്ന മേഘം കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. God bless us all. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ വീണ്ടും 5 മണിക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ്. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ.
യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയവൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയവൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ,